ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു വ്ളോഗ് ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയ് ലാസ്റ്റിന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇത്തവണ നാട്ടിൽ വെക്കേഷനൊക്കെ പോയപ്പം കുറച്ചധികം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുൾ ഓട്ടത്തിലായിരുന്നു കേട്ടോ. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്ന് നല്ല രീതിയിലൊന്ന് എൻജോയ് ചെയ്യാനോ, ഇത്തവണത്തെ വെക്കേഷൻ ഫുൾ ഹോസ്പിറ്റലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങളായിരുന്നത് കാരണം നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ എത്തിയപ്പോൾ ഒന്ന് മൈൻഡ് ഫ്രീ ആവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. അപ്പോൾ ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു റിസോർട്ടാണ്. ഓക്കെ, ഇത് ബെണ്ണാർഘട്ടയ്ക്ക് അടുത്തുള്ള ബെണ്ണാർഘട്ട നാഷണൽ പാർക്ക്, ബാംഗ്ലൂർ ബെണ്ണാർഘട്ട നാഷണൽ പാർക്കിനടുത്തുള്ള ശിവനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യുന്ന ഓപ്ഷൻ ആയിട്ട് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. ഡേ ഔട്ടിന് ആക്ച്വലി റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അവിടെ റൂമിനൊക്കെ നല്ല റേറ്റാണ്. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഡേ ഔട്ട് പ്രോഗ്രാമാണ്. അവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാം. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഫുൾ ഡേ, ആക്ച്വലി അവരവിടെ പറയുന്നത് ഒരു ഫുൾ ഡേ ഉണ്ടെങ്കിലും അവരുടെ ആ ഒരു ഫുൾ ഏരിയ കണ്ട് കവർ ചെയ്ത് തീർക്കാനായിട്ട് പറ്റില്ല എന്നാണ് കേട്ടോ. അതൊരു കാര്യം സത്യം തന്നെയാണ്. അപ്പം നമ്മളെന്തായാലും ഒരു ഫുൾ ഡേക്കുള്ളതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പെർ ഹെഡിന് എന്തോ 1300 വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പണി കിട്ടുന്നുണ്ട്. നമുക്ക് രാവിലെ 10 മണിക്കായിരുന്നു അവിടെ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്കൊരു പണി കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം റെഡി ആയിട്ട് ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് വൺ സൈഡിലേക്ക് ക്യാബ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് ക്യാബ് ബുക്ക് ചെയ്ത് അവിടെ വണ്ടി ഇടത്തക്ക രീതിയിൽ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഈവനിങ് നമ്മൾ തിരിച്ചു വരുമ്പം ആ സെയിം വണ്ടിയിൽ തന്നെ വരുന്ന രീതിയിൽ, അപ്പം ഫുൾ ഡേ ഒക്കെ വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണമായിരുന്നു. അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്യാബുകാർ നമ്മളെ അവിടെ കൊണ്ടാക്കത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ബൈക്കിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ 10 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. ഞങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ ക്യാബ് ബുക്കാവോ നോക്കി നിന്ന് അങ്ങനെ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. പിന്നെ ബാംഗ്ലൂരിലെ ട്രാഫിക്ക് പറയണ്ടല്ലോ. അതിപ്പം ബൈക്കിലാണെങ്കിലും ട്രാഫിക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 11:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് രാവിലത്തെ ഈ ഒരു പാക്കേജിൽ, ഈ ഒരു 1300 രൂപ പാക്കേജിൽ നമ്മളവിടെ ചെല്ലുമ്പം നമുക്കൊരു വെൽക്കം ഡ്രിങ്ക്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച്, ഈവനിങ് നമുക്ക് സ്നാക്സ്, ചായ, ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ലഞ്ചൊക്കെ നല്ല ലഞ്ചായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും 11:30 കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വെൽക്കം ഡ്രിങ്കും അതുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഒന്ന് സെറ്റായിട്ട് നമ്മൾ വിചാരിച്ചു എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് കുറച്ച് നടന്ന് കണ്ട് പിന്നെ നമ്മളൊന്ന് പതുക്കെ സെറ്റൊക്കെ ആയി കഴിഞ്ഞിട്ട് അവിടെ ലഞ്ച് അപ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയിട്ടോ. ആ ഒരു സെക്ഷൻ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ് ഗൈസ്. അപ്പം ലഞ്ചൊക്കെ നല്ലതായിരുന്നു. വെജ് വേണ്ടവർക്ക് വെജും നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജും ഒക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ബഫേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോരോ സെക്ഷനായിട്ട് ഗെയിംസും കാര്യങ്ങളും ഒക്കെ കവർ ചെയ്യാനായിട്ട് പോകുന്നതാണ് നിങ്ങളീ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. സിപ്പ് ലൈൻ ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പോയി. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇവിടെ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ 4:30 വരെയാണ് ടൈം. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ പോയത്. നമ്മൾ ആദ്യം കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ 1 hour സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയിട്ട് വിടുമായിരുന്നു കേട്ടോ.
അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ഫുൾ ഡേ 2 ദിവസം നിന്ന് കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും, അത് ഫുൾ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പാട്ടിട്ട് തരും, ഇതേപോലെ ഇങ്ങനെ മഴ പെയ്യിക്കുന്നുണ്ട് അവിടെ, അതിനകത്ത് നമുക്ക് ഡാൻസ് കളിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടീ ടൈമായി. ചായ ഉണ്ടായിരുന്നു, കോഫി ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, പാനിപ്പൂരി ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി ഐറ്റംസ്, ചാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ അവിടെ ഒരു മലയുണ്ട്, നമുക്കതിൻ്റെ മണ്ടയ്ക്ക് കയറാം. പക്ഷെ ഞങ്ങൾ അവിടെ കയറാൻ പകുതി വരെ കയറിയപ്പോഴത്തേക്കും ടൈം ആയിട്ടുണ്ടായിരുന്നു. 6 മണിയാകുമ്പോഴത്തേനും അവിടെ ക്ലോസ് ആവും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കാടും പ്രദേശമാണ്, ഫുള്ള് കാടാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മൾ വരുന്നത് കാടിൻ്റെ നടുവിലൂടെയുള്ള റോഡിലാണ് കേട്ടോ. ശരിക്കും നല്ല പേടിയാവും. സത്യത്തിൽ തിരിച്ചു പോയപ്പോഴായിരുന്നു നല്ല പേടി ഉണ്ടായിരുന്നത്. ആരെങ്കിലും ഒന്ന് വന്ന് ഉപദ്രവിച്ചാൽ പോലും നമ്മൾ ഒരു മനുഷ്യൻ പോലും ഇല്ല രക്ഷപ്പെടുത്താൻ. അങ്ങനെ ഒരു ഏരിയ ആണ് കേട്ടോ. 2 സൈഡിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. ബണ്ണാർഘട്ട നാഷണൽ പാർക്കിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പുലി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല, വണ്ടി ഇടയ്ക്ക് നിർത്താൻ പാടില്ല, അങ്ങനെയൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ കാടിൻ്റെ ആ ഒരു ഭാഗത്ത് 6:30 ആകുമ്പോഴത്തേനും ആ ഗേറ്റ് അടയ്ക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇപ്പുറം കടക്കണം. അത് കാരണം 6 മണിയാകുമ്പോഴത്തേനും ഇവിടുത്തെ ഈ ഗെയിമിംഗ് പരിപാടികളെല്ലാം തന്നെ അവർ ക്ലോസ് ചെയ്യും. 6 മണിക്ക് മുന്നേ തന്നെ അവർ ആ റിസോർട്ടിൽ നിന്ന് പുറത്ത് ഇറക്കും കേട്ടോ. പിന്നെ ബാക്കി അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രം അവിടെ നിൽക്കാം, നൈറ്റ് കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് തിരിച്ചു. സത്യത്തിൽ തിരിച്ചു പോരാൻ നേരത്തെ ഒരു മഴക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല രീതിയിൽ നമുക്ക് പേടി വരും ഈ ഒരു സന്ധ്യക്കുള്ള ആ ഒരു യാത്ര. മഴ പെയ്താൽ പോലും നമുക്ക് ഒന്ന് കയറി നിൽക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും 6:30 ആയപ്പോഴത്തേനും 6:30 മുന്നേ തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അപ്പുറം കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.